അതൊക്കെ സത്യം പറയല്ലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷനും ഓരോ. ഈ കുട്ടിന്റെ ആ ആക്ഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് എന്തോ കാര്യമായത് മൊയ്ലിയന്മാർ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങളും ഖുർആനും ഹദീസും സുന്നത്തൊന്നും ഈ കുട്ടി പഠിച്ചിട്ടുമില്ല. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. കുട്ടിക്ക് സമയം കിട്ടിയിട്ടില്ല. പഠിക്കാനും കുട്ടിക്ക് സമയം കിട്ടിയില്ല. ഈ കുട്ടി പഠിച്ചത് യഥാർത്ഥത്തിൽ ഈ മൊയ്ലിയന്മാർ എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ നല്ല ശരിക്കും ഈ 11ാമത്തെ വയസ്സാണല്ലോ ഈ 6ാം ക്ലാസ്സിലൊക്കെ. ഈ 11ാമത്തെ വയസ്സിൽ വേണ്ടാത്ര നല്ല പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് കണ്ടപ്പോഴാണ്, അതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ഇപ്പം ഈ മുഖം ഇങ്ങനെ വരുന്നത്. കണ്ടില്ലേ? ആ മുഖം വരുന്നത് അന്നത്തേത് കണ്ടിട്ടാണ്. ഒരാൾക്ക് മതം മാറുക, മതം വേണ്ടാന്നൊക്കെ നിരീശ്വരവാദത്തേക്ക് പോവുക, ഹിന്ദു മതത്തേക്ക് പോവുക, ക്രിസ്ത്യാനി മതത്തേക്ക് പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും നമുക്ക് യാതൊരു വിന്നിപ്പുമില്ല, ഒരു വൈക്ലഭ്യവും ഇല്ല. ആര് പോയോലോ ആര് വന്നോലോ ഒരു പ്രശ്നമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ കുട്ടിക്ക് എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് എന്ന് പറയും. ഞാൻ പഠിച്ചത് ഇതാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാരും ഇത് പഠിച്ചിട്ടില്ലേ? മറ്റുള്ള ആളുകളാരും ഇത് പഠിച്ചിട്ടില്ല. കാരണം ഈ കുട്ടിക്ക് മാത്രം മൊയ്ലിയന്മാര് എന്തോ കാര്യപ്പെട്ട കാര്യം നല്ല ഈ 11ാമത്തെ വയസ്സിൽ തന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തു. അപ്പം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയൊക്കെ ആയപ്പോൾ ഇതിനെപ്പറ്റി ബോധം വന്ന് അന്ന് ഞാനിത് അവർ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിയപ്പോഴാണ് ഈ കുട്ടിന്റെ മുഖഭാവത്തിന് മാറ്റം വന്നത്. ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം. നമ്മളെ ചെറുപ്പത്തിലെ ഇൻജക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ ആ ഇൻജക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല. പിന്നെ ബോധം വെക്കുക, അതായത് പഠിച്ചോണ്ട് മാത്രം കാര്യമില്ല. ആ ഒരു ബോധം, നോളജ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ, ഓ ഇതിന് ഇങ്ങനെയാണോ ഞാൻ കണ്ടു. അപ്പൊ ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മതം ഒരു ചീഞ്ഞതാണ്, വല്ലാത്തൊരു സംഭവമാണ്, അത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. ആയിക്കോട്ടെ, മതം വല്ലാത്ത സംഗതി തന്നെയാണ്. അത് മതത്തിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ കുട്ടിക്ക് വിശ്വാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? നിന്റെ കൈ വെട്ടാനോ നിന്റെ കാല് വെട്ടാനോ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും ചെയ്യാനോ എന്ന് പറയുന്നുണ്ടോ? മുസ്ലിങ്ങൾക്ക് അത് ബാധകേയല്ല. അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. ആർക്ക് വേണമെങ്കിലും പോവാം, ആർക്ക് വേണമെങ്കിലും വരാം. വന്നാലും പ്രശ്നമില്ല, പോയാലും പ്രശ്നമില്ല. അതൊന്നും മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഇതിനോട് കോട്ട് ചെയ്തൊരു കാര്യം കൂടി സംസാരിക്കുകയാണ്. ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പം അതിന് മറ്റേ അവനാരും വിളിച്ചില്ല എന്നുള്ള ആ പരാതിക്ക് പലതും പല രീതിയിൽ അതിന് ശേഷം കേൾക്കണം. അത് മതമാണ് വലുത് എന്നുള്ളതാണ് അതിൽ പറയുന്നത് എന്നാണ് പറഞ്ഞത്. ശരിയാണ്, മതം തന്നെയാണ് വലുത്. അപ്പോൾ അതിൽ പറയുന്നൊരു വാക്ക്, ആ ഉമ്മയല്ല, യഥാർത്ഥത്തിൽ ആ ഉമ്മക്ക് ഉമ്മ എന്ന് പറയാൻ പറ്റില്ല, ആ ഉമ്മക്ക് മതമാണ് വലുത് എന്നാണ്. ശരിയാണ്, ഓരോ മുസ്ലിമിനും മതം തന്നെയാണ് വലുത്. ഓരോ മുസ്ലിമിനും അള്ളാഹുവാണ് വലുത്, മുഹമ്മദ് നബിയാണ് വലുത്. ഓരോ മുസ്ലിമിനും അത് മതം തന്നെയാണ് വലുത്. കാരണം ഞാൻ ഇവിടെ വിരുന്നിന് വന്നതാണെന്നും ഈ വിരുന്ന് കഴിഞ്ഞ് ഞാൻ മരണപ്പെട്ടാൽ ഞാനായിട്ടും നീ ആയിട്ടും പുനർജനിക്കും എന്ന ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക് മൊത്തമുള്ളത്. അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഗുണത്തിന് ഗുണവും ദോഷത്തിന് ദോഷവും കിട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത വിശ്വാസികളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഈ വിരുന്നിന് വന്ന ചെറിയ കാലം മാത്രം, ഈ ചെറിയ അളവ് മാത്രം നമ്മൾ ജീവിച്ചിട്ട് പിന്നീട് വരാൻ പോകുന്ന മുഴുവൻ കാലവും നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാവോ? ആരെങ്കിലും തയ്യാറാവോ? അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക്. അത് നഷ്ടപ്പെടുത്താൻ മക്കൾക്ക് പോകേണ്ട വഴിക്ക് മക്കൾക്ക് പോവാം. മക്കളെ നമ്മൾ വളർത്തേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. അവരെ ഉത്തരവാദിത്തം കഴിഞ്ഞു. 18 വയസ്സായതോടെ കൂടെ, പ്രായപൂർത്തിയായതോടെ കൂടെ മക്കളായിട്ടുള്ള ആ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. പിന്നെ അവർ പോയിട്ട് അവരെ സ്നേഹിച്ചിട്ട് എൻ്റെ മോനെ ജയിക്ക് പോയാലും വേണ്ടില്ല, എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി എന്ന് പറയുന്ന പരിപാടി ഇല്ല. അത് ഇസ്ലാമിലില്ല.
പോണ വഴിക്ക് പോയിക്കോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം അവരായിട്ട് സന്ധി ചേർന്നാലാണ് നമുക്ക് ബാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമും സന്ധി ചേരാൻ പോവില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ കമൻ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് മതമാണ് വലുത്, അവർക്ക് മറ്റതാണ് വലുത്. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ആളുകൾ പ്രവാചകനെ നിന്ദിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പച്ചക്ക് പ്രവാചക നിന്ദ എന്ന് വെച്ചാൽ ഇസ്ലാമിക നിന്ദ പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കട്ടെ, ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടോ ജീവിതത്തിൽ? ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടോ ജീവിതത്തിൽ? അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. 100% എൻ്റെ വിശ്വാസം അവർക്കൊന്നും ഒരു ഗതി പോലും പരഗതിയും ഇല്ല എന്ന് തന്നെയാണ്. അവരിങ്ങനെ കാലം കഴിഞ്ഞു പോകും. കാരണം എനിക്കാണെങ്കിൽ അവർ പ്രവാചകനെ നിന്ദ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയ പോസ്റ്റുകളാണ് ഇടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ആ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി, അവരെപ്പറ്റി ശരിക്ക് കൃത്യമായ ബോധത്തോടെ കൂടെ പഠിക്കണം. നിങ്ങൾ കാണുന്നുണ്ട് ആയിഷ ബീബിനെ കല്യാണം കഴിച്ച് എന്നിട്ട് അതിന് മുളക്കുപ്പിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വഫാത്തിന് ശേഷം പതിറ്റാണ്ടുകളോളം ജീവിച്ച മഹദിയാണ്. ആ മഹദി പ്രവാചകന്റെ ജീവിതത്തിൽ, അവരെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു അനുമണി തൂക്കം പോലും പോരായ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തിനാ കുരക്കുന്നത്? പ്രവാചകന്റെ പത്നിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ ജീവിതകാലം മുഴുവനും, പിന്നീട് പതിറ്റാണ്ടുകളോളം ജീവിച്ചിട്ട് പോലെ, ഏത് പ്രവാചകനെ ഭയന്നിട്ടാണെങ്കിൽ പ്രവാചകന്റെ കാലശേഷം 100 പതിറ്റാണ്ടുകൾ ജീവിച്ച് ആ ജീവിതത്തിലൊന്നും ഒരു പോരായ്മയും പറഞ്ഞിട്ടില്ല. അത് പറയാത്ത ആയിഷ ബീബിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതങ്ങനെ എന്തെങ്കിലും പ്രവാചകന്റെ മോശത്തരുണ്ടെങ്കിൽ അത് ആയിഷ ബി ഓട്ടോമാറ്റിക്കലായിട്ട് പറയും പ്രവാചകൻ പോരായിരുന്നു എന്ന്. എന്നാൽ ഏത് ഹദീസോ ഏത് ചരിത്രവും എടുത്ത് വായിച്ചു നോക്കി, ഇത് ഈ ഐതിഹ്യമല്ല, ഇത് പിന്നെ സങ്കല്പങ്ങളൊന്നുമല്ല, ഇത് കൃത്യമായ രേഖയോടെ എഴുതി വെക്കപ്പെട്ട സംഗതികളാണ്. ഇതൊക്കെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയിൽ എന്തെങ്കിലും ഒരു കോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കാണിക്കുക. ആയിഷ ബീബി ഇങ്ങനെ പറഞ്ഞു, പ്രവാചകനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.